പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, സങ്കട സമയത്തും നമ്മൾ സന്തോഷത്തോടെയാണ് ഈ സഹനകാലങ്ങളെ തരണം ചെയ്യുന്നതെന്ന് നമ്മൾ ദൈവത്തിന് മനസ്സിലായാൽ ഒത്തിരിയേറെ ഗുണങ്ങളുണ്ട്. സങ്കടകാലത്തും നമ്മൾ സന്തോഷത്തോടെയാണ് സഹനകാലങ്ങളെ തരണം ചെയ്യുന്നതെന്ന് ദൈവത്തിന് മനസ്സിലായാൽ കഴിഞ്ഞാൽ അതൊരു സാക്ഷ്യമായിരിക്കും. കാര്യം എന്താണ്? പ്രത്യാശയുള്ള ഒരു വിശ്വാസിയുടെ സാക്ഷ്യം. നമ്മളിതിനെ അതിജീവിക്കുമെന്നുള്ളതിൻ്റെ, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മളിതിനെ അതിജീവിക്കും എന്ന് ഒരു വിശ്വാസ ജീവിതത്തിന് സാക്ഷ്യം നൽകാൻ കിട്ടുന്ന ഒരു സമയമാണ് സങ്കടകാലം. അതുകൊണ്ട് സന്തോഷത്തോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. മോസസ് ഇതുപോലെയുള്ള പ്രത്യേക പ്രതിസന്ധി കാലം വരുമ്പോൾ നിസ്സഹായമായി പോകുന്നു താൻ എന്ന് മോസസിന് തോന്നിയാൽ, എൻ്റെ മക്കളെ, ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു മിനിമം പരിശുദ്ധാത്മാവിനെ എപ്പോഴും കീപ്പ് ചെയ്യണമെന്ന്. ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഒരു മിനിമം പരിശുദ്ധാത്മാവ്. ഞാൻ ഇന്നലെയൊക്കെ നിങ്ങളോട് എന്താ സംസാരിച്ചത്? പരമാവധി വിശുദ്ധിയോടെ ജീവിക്കുക, പറ്റുമെങ്കിൽ പറ്റുന്ന രീതിക്ക് സംസാരിച്ച് വിശുദ്ധിക്ക് കീപ്പ് ചെയ്യുക എന്നൊക്കെ അച്ഛൻ പറയുമ്പോൾ എന്താണ് ഞാൻ മീൻ ചെയ്യണമെന്നറിയാവോ? ഈ മിനിമം പരിശുദ്ധാത്മാവിനെയാണ് ഞാൻ ടാർഗറ്റ് ചെയ്യണത്. അത് ഈ പരിശുദ്ധാത്മാവ് ഒരു നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശരാശരി അഭിഷേകമെങ്കിലും നിലനിന്നാൽ നമുക്ക് ഓരോ സമയത്തും എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പോലും ബേസിക്കായിട്ട് അതാണല്ലോ. വിഷമസന്ധി അതിജീവിക്കാനുള്ള മാർഗം ദൈവത്തിൻ്റെ ഇടപെടൽ ഉറപ്പുവരുത്തുകയാണ്. ദൈവത്തിൻ്റെ ഇടപെടൽ ഉറപ്പുവരുത്തുന്നത് എപ്പോഴും പ്രാർത്ഥനയിലൂടെയാണ്. ചില സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ദുർഘട സന്ധി വന്നിട്ട് വി ഡോണ്ട് നോ ഈവൻ ഹൗ ടു പ്രേ, വട്ട് ടു സേ. വിശു തന്നെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടില്ലേ, അപ്പാ ഞാൻ എന്ത് പറയേണ്ടു, വട്ട് ഐ ഷുഡ് പ്രേ, എന്താണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? ചില സമയത്തുള്ള നമ്മളുടെ ഒരു പ്രത്യേക ദുർഘട സന്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പോലും വാക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത് കീപ് മിനിമം സ്പിരിറ്റ്. എന്താണ് അങ്ങനെയൊക്കെ പറയാമോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട്. കീപ് മിനിമം സ്പിരിറ്റ്, മിനിമം പരിശുദ്ധാത്മാവിനെ സൂക്ഷിക്കുക. ഞാൻ എന്താ അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നവരല്ലേ. അപ്പോൾ ലോകത്ത് ജീവിക്കുമ്പോൾ എപ്പോഴും ഒരേ ഫീലിംഗ് ഉണ്ടാകത്തില്ലല്ലോ. വീട്ടിൽ ചിലപ്പോൾ സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകും. ഇപ്പോൾ തത്സമയ ജവമാലയിൽ ഞങ്ങൾ കാണുന്ന മുഖങ്ങളെല്ലാം പീഡിത മുഖങ്ങളാണ്. ഞാൻ അവരെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, അല്ലാതെ എന്നെ കണ്ടുകൊണ്ടില്ല. തത്സമയ ജവമാലയിലെ വിഷ്വൽ സ്ക്രീനിലേക്ക് വരുമ്പോൾ എല്ലാവരുടെയും മുഖം ഇപ്പോൾ പീഡിത മുഖങ്ങളാണ്, വേട്ടയാടപ്പെടുന്ന മുഖങ്ങൾ, വേദന വേട്ടയാടപ്പെടുന്ന മുഖങ്ങൾ, രോഗാതുരമായ മുഖങ്ങൾ, കുഞ്ഞുങ്ങളുടെ ക്ഷീണം കാരണം മരുന്ന് പിടിക്കാത്തത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു അമ്മയുടെ വേവലാതികൾ, ജോലി നഷ്ടപ്പെട്ടവരെ കാണുമ്പോൾ ഇനി തിരിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊരു നേഴ്സ് പറയാമെന്ന് വെച്ചാൽ എൻ്റെ ജോലി നഷ്ടപ്പെട്ടു, ഇനി ജോലിക്ക് വരണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറയും. ഇപ്പം ഞാൻ എക്സാം ക്വാളിഫൈഡ് ആയിട്ടില്ല, എനിക്ക് ജോലി കിട്ടും, ആ എക്സാം ക്വാളിഫൈഡ് ആയ ജോലി കിട്ടും, പക്ഷേ എനിക്ക് കോൺഫിഡൻസ് ഇല്ല. അതാണ് പീഡിത മുഖം എന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ കൊണ്ട് വേവലാതിപ്പുണ്ട മനസ്സിൽ ഒരു പക്ഷേ, അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത് ഈവൻ ഇഫ് സോ ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലാണെങ്കിലും കീപ് ദ മിനിമം സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഒരു പക്ഷേ നമ്മുടെ ജീവിത സാഹചര്യം നമുക്കൊരു കോൺഫിഡൻസ് തരത്തില്ല. അവിടെ വാടകയ്ക്ക് ഇറങ്ങാൻ പറഞ്ഞിരിക്കുന്നു, വാടക താമസിക്കുന്നതാണ് നീ, നിന്നോട് ഇറങ്ങാൻ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്ക് വേറെ ആൾക്കാർക്ക് ഉയർന്ന വാടകയ്ക്ക് വീട് കൊടുക്കാനുണ്ട്, അല്ലാതെ ഞങ്ങൾക്ക് പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ നമ്മളോർക്ക് നമ്മളെവിടെ പോകാനാണ്, ഇനിയും ഉയർന്ന വഴക്ക് പോയാൽ അത് മീറ്റ് ചെയ്യാനുള്ള വരുമാനം നമുക്ക് കിട്ടുമോ? ഇങ്ങനെ പല വിഷയങ്ങൾ കൊണ്ട് പീഡിത മുഖങ്ങളായി മാറും നമ്മൾ. ഈ പീഡിത മുഖങ്ങളുടെ മുമ്പിൽ എന്താ അവസ്ഥ ഉള്ളത്? എന്നിട്ട് അതുകൊണ്ടാണ് അച്ഛൻ പറയുന്നത് കീപ് ദ ഈവൻ ഇഫ് സോ, അങ്ങനെയാണെങ്കിലും നിങ്ങൾ ഒരു മിനിമം സ്പിരിറ്റ് കീപ്പ് ചെയ്യാൻ പറയും. അങ്ങനെ ഒരു ലെവലിൽ ഹൗ ക്യാൻ വി കീപ്പ് എ മിനിമം സ്പിരിറ്റ് വിത്ത് ഫൈറ്റ്? നമുക്ക് ഒരു വിശ്വാസത്തിലാണ്, അവിടെയാണ് വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത കാണുന്നത്. കാര്യം നമ്മുടെ ലൈഫ്, നമ്മളുടെ ഭൗതിക സാഹചര്യം വളരെ പ്രതികൂലവും പ്രതിലോമവുമായി മാറുന്നു. എന്നിട്ടും ബൈ ഫെയ്ത്ത് അവിടെ ഇപ്പം മോസസ് ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ ഒറ്റപ്പെട്ടു പോയപ്പോൾ ഒരു ഒറ്റ മൂവിൽ മോസസ് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഇവരെല്ലാം ഫോളോ ചെയ്യപ്പോഴേ ജനങ്ങളുടെ ഉത്തരവാദിത്വം നെഞ്ചിലേറ്റിയിട്ട് ജനങ്ങൾക്ക് മുമ്പേ നടക്കുമ്പോൾ, മുമ്പിൽ ഇരുട്ട് വീഴുമ്പോൾ, മുമ്പിൽ കടൽ വഴിമുടക്കി തിരഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്തുമ്പോൾ, മോസസ് മുമ്പിൽ മരുഭൂമി തിളച്ച് മറിയുമ്പോൾ, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ മോസസ് എന്ത് പ്രാർത്ഥിക്കണമെന്ന് അറിയാൻ പാടില്ല നിൽക്കുന്ന സമയത്ത് ഒരു മിനിമം സ്പിരിറ്റ്, വിശ്വാസം ഉണ്ടായിരുന്നു മോസസിനെ. ഈ മിനിമം സ്പിരിറ്റ് നമ്മളെ സഹായിക്കുന്നത് ഇങ്ങനെ മുമ്പിൽ കടൽ വരും, ചിലപ്പോൾ മുമ്പിൽ മരുഭൂമി വരും,
അപ്പോഴൊക്കെ മോസസ് കീപ്പ് ചെയ്യുന്ന ഒരു മിനിമം സ്പിരിറ്റ് ഉണ്ട്. അത് ബൈ ഫെയ്ത്താണ്, ബൈ ഹോപ്പ് ആണ്, ബൈ ചാരിറ്റിയാണ്. ഈ തിയോളജിക്കൽ വെർച്യൂസൊക്കെ വർക്ക് ചെയ്യണം അവിടെയാണ്. തിയോളജിക്കൽ വെർച്യൂസ് ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ചാരിറ്റിയില്ലേ, അത് എപ്പോഴാണ് വർക്കൗട്ട് ചെയ്യുന്നത്? മരുഭൂമിയുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ, ചെങ്കടലിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ, ജെറിക്കോ കോട്ടയുടെ മുമ്പിൽ അഭിമുഖമായി നമ്മളെ അഭിമുഖീകരിക്കുന്ന കടൽ അഭിമുഖീകരിക്കുന്ന നമ്മളെ ജീവിത സങ്കടങ്ങളുടെ കടൽ, നമ്മളെ അഭിമുഖീകരിക്കുന്ന മരുഭൂമി അനുഭവിക്കുന്ന നമ്മളെ ഒരു തണലുമില്ലാത്ത അവസ്ഥ, ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥയാണ് ഈ മരുഭൂമി എന്ന് പറയുന്നത്. നമ്മളെ ആക്രമിക്കുന്നവരുണ്ട്, അതാണ് നമ്മൾ ജെറിക്കോ കോട്ട എന്ന് പറയുന്നത്. അയൽവാസികൾ ചിലപ്പോൾ നമ്മളെ ആക്രമിക്കും, ഇല്ലേ, വഴി തരാതെ ആക്രമിക്കും, നമ്മളെ തൊന്നിവാസം നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിടിച്ച് കളഞ്ഞുകൊണ്ട് നമ്മളെ ആക്രമിക്കും. അപ്പോൾ നമ്മൾ മോസസ് അനുഭവിച്ച അതേ അവസ്ഥയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായ കാലാവസ്ഥ വരുമ്പോൾ ഡേവിഡ് എന്താ ചെയ്തത്? വാട്ട് മോസസ് ഡിഡ്, മോസസ് അതിനാണ് നമ്മൾ വേദ പുസ്തകം നോക്കുന്നത്. അപ്പോൾ മോസസ് ഉടനെ പറഞ്ഞു, അപ്പാ പിതാവേ, എനിക്ക് അവസാനമായിട്ടൊന്നേ പറയാനുള്ളൂ, റിമെമ്പർ അസ്, നിങ്ങൾ ഓർക്കണം. വിത്ത് വാട്ട് ഗ്രൗണ്ട്, എന്ത് ഗ്രൗണ്ടിലാണ് ഞങ്ങൾ ഓർക്കേണ്ടത്? ഇറ്റ് ഇസ് യുവർ ഓൺ പീപ്പിൾ. അതാണ്, അതായത് അവസാനത്തെ ഒരു തുറുപ്പായിട്ട് വെട്ടുന്നത് എന്താണ്? ഈ ജനം അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർക്കണമേ. വണ്ടർഫുൾ. അതാണ് മോസസ് പറയണത്, ഈ ജനം അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർക്കണമേ. ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ യോഗ്യത എന്താണ്? ഈ ജനം, അതാണ് പുറപ്പാട് 33:13, 33:13, ഈ ജനം അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർക്കണമേ. അതൊരു മഹത്തായ പ്രേയറാണ് ശരിക്കും. ഞാനും നീയും സങ്കടങ്ങളുടെ ചെങ്കടലിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, ഞാനും നീയും നിരാകരണത്തിൻ്റെ, ആരും നിസ്സഹായതയുടെ, ആരും സഹായിക്കാനില്ലാത്ത മരുഭൂമി നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട, നിനക്ക് മിനിമം സ്പിരിറ്റ് ഉണ്ടെങ്കിൽ, ദിസ് ഇസ് ദ റെലവൻസ് ഓഫ് ദി മിനിമം സ്പിരിറ്റ് ഉണ്ടെങ്കിൽ, പരിശുദ്ധാത്മ പറയും, ഇങ്ങനെ പ്രാർത്ഥിക്കും മോശേ, ഇങ്ങനെ പ്രാർത്ഥിക്കും മോസസ്. ഈ ജനം ദൈവത്തിൻ്റെ ഹൃദയം ഇളക്കണത് എങ്ങനെയാണെന്ന് പരിശുദ്ധാത്മാവിന് അറിയാം. പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്ത പ്രാർത്ഥനയാണത്, ഈ ജനം അങ്ങയുടെ സ്വന്തം ജനമാണെന്ന്. ഇപ്പം ദിവ്യകുർബാനയുടെ തിരുസന്നിധിയിൽ വരുമ്പോൾ നമുക്കും തോന്നണം, കർത്താവേ, ഞാൻ നിൻ്റെ സ്വന്തം മകനാണെന്ന് നീ ഓർക്കണമേ. കർത്താവേ, ഞാൻ നിൻ്റെ സ്വന്തം മകളാണെന്ന് നീ ഓർക്കണമേ. ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ. കർത്താവേ, സങ്കടങ്ങളുടെ മരുഭൂമിയും സഹായയുടെ മരുഭൂമിയും സങ്കടങ്ങളുടെ കടലിൻ്റെയും അഭിമുഖമായി നിൽക്കുമ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിലെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദിവ്യകാരുണ്യമേ, മോശയെ പോലെ പ്രാർത്ഥിക്കുന്നു, ഞാൻ അങ്ങയുടെ സ്വന്തം മകനാണെന്ന് ഓർക്കണമേ, അങ്ങയുടെ സ്വന്തം മകളാണെന്ന് ഓർക്കണമേ. ശ്രുതികടേ ഹല്ലേലൂയ, ശ്രുതികടേ ഹല്ലേലൂയ.